ഇദ്ദേഹം എങ്ങനെയാണ് ഒരു റൂമിലിരുന്ന് സൂം മീറ്റിങ്ങിലിരുന്നിട്ടാണ് ഇത്രയും ആൾക്കാരെ വശീകരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അവർ അത്രയും പേര് ഒരു മായയിലേക്ക് കൊണ്ടുവന്നിട്ട് അയാളിലേക്ക് അടുപ്പിക്കുക. വെൽക്കം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ രാവിലെ വന്ന് സാക്ഷ്യം പറയുന്നത് മുഴുവൻ പ്ലാൻഡ് പരിപാടിയാണ്. നന്നായി വ്യക്തമായി സംസാരിക്കാൻ പറ്റുന്ന ചാരുതയുള്ള ആളുകളെ സാക്ഷ്യം പറയാൻ വിളിക്കും. ഇപ്പം എന്നെ സാക്ഷ്യം പറയാൻ വിളിക്കും, കുറച്ച് സമയം സാക്ഷ്യം പറയും, ഒരു പാട്ടൊക്കെ പാടും, ഒരു വൈബാവും, ഒരു ഓളമാവും. അപ്പോൾ ആളുകൾക്ക് കുറച്ച് കൂടുതൽ ഈ റൂമിൽ കയറി വരാനുള്ള സാഹചര്യം, അവരുടെ ചോദ്യങ്ങൾ ചോദിക്കും, അവർക്ക് കയറി വരാൻ തോന്നും. അങ്ങനെയുള്ളവർക്ക് ഒരു വെൽക്കം ഗ്രൂപ്പ് ഉണ്ട്, ടാസ്ക് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ടാസ്ക് തരണം. എന്താ ടാസ്ക്? പല ഭാഗത്തു നിന്നും പല വാണിജ്യ സമുച്ചയങ്ങളിൽ നിന്നൊക്കെ മറ്റു പല ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ആളുകളുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്യുക. ആ ഫോൺ നമ്പർ ഒരാൾ ഒരു ദിവസം 10 എണ്ണമെങ്കിലും വിളിച്ചിരിക്കും. അത് നെക്സ്റ്റ് ഹെയർ കംസ് എന്നും പറഞ്ഞിട്ട് പുതിയ സാധനം കൊടുത്തിരിക്കുക. ഇനിയിപ്പോൾ എന്തോ പിരിവ് നടത്താനുള്ള പരിപാടിയാണ്. അതേ ഒടുവിൽ നിന്നിട്ട് എന്തായാലും ഒടുവിലായി, കേസായി, വേറെ എവിടെയെങ്കിലും അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഇയാൾ കമ്പനി രജിസ്റ്റർ ചെയ്ത് നിൽക്കാൻ എറണാകുളത്താണ്. കൊടുങ്ങല്ലൂരിലുള്ള മുഹമ്മദ് സനീഫ് എറണാകുളത്തിന് കമ്പനി രജിസ്റ്റർ ചെയ്ത് തിരുവനന്തപുരത്ത് അക്കൗണ്ട് തുടങ്ങിയിട്ടാണ് പരിപാടി. അക്കൗണ്ട് വീഴുന്ന പൈസ അപ്പം തന്നെ സ്വൈപ്പ് ചെയ്ത് മുഴുവൻ മാറ്റി വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റും. സത്യേട്ടാ, നമ്മൾ പലപ്പോഴും പല ആളുകളും മൈക്കിലൂടെ പല പ്രസംഗങ്ങൾ നടത്തണം. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് കേട്ടു, അവരുടെ ആ പ്രസംഗം കേട്ട് നമുക്ക് നാളെ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ ആവണം എന്നൊക്കെ പറഞ്ഞ് ചിലവർ മാനസികമായിട്ടുള്ള തലത്തിൽ നിന്നിട്ട് അങ്ങനെ മാറുന്നുണ്ട്. ഇദ്ദേഹം എങ്ങനെയാണ് ഒരു റൂമിലിരുന്ന് സൂം മീറ്റിങ്ങിൽ ഇരുന്നിട്ടാണ് ഇത്രയും ആൾക്കാരെ വശീകരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ അവർ അത്രയും പേര് ഒരു മായയിലേക്ക് കൊണ്ടുവന്നിട്ട് അയാളിലേക്ക് അടുപ്പിക്കുകയാണ്. ജസ്റ്റ് കിലോമീറ്ററുകളായാലും അപ്പുറത്തിരിക്കുന്നവരാ. അവരിപ്പം ചെന്ന് എന്നോട് പറഞ്ഞ എന്നോട് ഒരു സ്ത്രീയാണ് പറഞ്ഞത്, അമ്പലത്തിൽ തളിപ്പ് ജോലിയൊക്കെ ചെയ്യുന്നവരാണ്. അവർ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ റൂമിൽ കയറാൻ വേണ്ടിയിട്ട് കൈ കിടന്ന മാല വളയൊക്കെ കൊണ്ട് വിറ്റിട്ടൊക്കെയാണ് ഇവർ കൊണ്ട് ഈ ക്ലാസ്സിന് ചേർന്നെന്ന് പറഞ്ഞു. ഇത്രയ്ക്ക് എന്താണ് ഇതിനകത്ത് അവരെ ഈ പെട്ടെന്ന് അടുപ്പിച്ചത് എന്തായിരുന്നു? ആ ഒരു ഗുഡൻസ് എനിക്ക് പിടിയിട്ടില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ റൂമിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾ നോക്കുക, അവിടെ ജോയ ആലുക്കാസോ ഒരു ജോസ് ആലുക്കാസോ കല്യാൺ സ്വാമിയോ അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ടില്ല? അവരൊന്നും ഇത്രയധികം ദുരന്തം അനുഭവിക്കുന്ന ആൾക്കാരല്ല, അവരൊന്നും ഇത്ര അസ്വസ്ഥരല്ല. ഇത് ഒരു നിവൃത്തിയില്ലാതെ ജീവിതത്തിൽ ആകെ പരാജയപ്പെട്ട് ഒന്നുമില്ലാന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കയറി പിടിച്ചിരിക്കുക, അവരെ വലവീശി പിടിച്ചിരിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ. അതിന് അദ്ദേഹത്തിന് വേറെ സാധനമുണ്ട്, വെൽക്കം ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ രാവിലെ വന്ന് സാക്ഷ്യം പറയുന്നത് മുഴുവൻ പ്ലാൻഡ് പരിപാടിയാണ്. നന്നായി വ്യക്തമായി സംസാരിക്കാൻ പറ്റുന്ന ചാരുതയുള്ള ആളുകളെ സാക്ഷ്യം പറയാൻ വിളിക്കും. ഇപ്പം എന്നെ സാക്ഷ്യം പറയാൻ വിളിക്കും, കുറച്ച് സമയം സാക്ഷ്യം പറയും, ഒരു പാട്ടൊക്കെ പാടും, ഒരു വൈബാവും, ഒരു ഓളമാവും. അപ്പോൾ ആളുകൾക്ക് കുറച്ച് കൂടുതൽ ഈ റൂമിൽ കയറി വരാനുള്ള സാഹചര്യം, അവരുടെ ചോദ്യങ്ങൾ ചോദിക്കും, അവർക്ക് കയറി വരാൻ തോന്നും. അങ്ങനെയുള്ളവർക്ക് ഒരു വെൽക്കം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ഇവരെ ആഡ് ചെയ്യും. എന്നിട്ട് ഇയാളുടെ വേറൊരു സംഭവമുണ്ട്, അവിടെയാണ് ഇയാളുടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അതായത് ടാസ്ക് ഫോഴ്സ്, ടാസ്ക് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ടാസ്ക് തരണം. എന്താ ടാസ്ക്? പല ഭാഗത്തു നിന്നും പല വാണിജ്യ സമുച്ചയങ്ങളിൽ നിന്നൊക്കെ മറ്റു പല ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ ആളുകളുടെ ഫോൺ നമ്പർ കളക്ട് ചെയ്യുക. ആ ഫോൺ നമ്പർ ഒരാൾ ഒരു ദിവസം 10 എണ്ണമെങ്കിലും വിളിച്ചിരിക്കണം. 10 എണ്ണമെങ്കിലും വിളിച്ചിരിക്കണം. അത് ടെലികോളോ? അതായത് ഇപ്പോൾ ഒരു സ്റ്റാഫിന് വെച്ച് ലക്ഷങ്ങൾ ചിലവാക്കി ചെയ്യേണ്ട പണി, അല്ലെങ്കിൽ 25,000 രൂപ 50,000 രൂപ സാലറി കൊടുത്ത് ചെയ്യേണ്ട പണി ആളുകൾ വെറുതെ ചെയ്ത് കൊടുക്കണം, ഫ്രീ ആയിട്ട് ചെയ്യാം. അത് ഈ ഡിവോട്ടീസ്. അപ്പോൾ ഈ സ്ത്രീകൾ ഇരുന്ന് മെനക്കെട്ട് വിളിക്കും, സ്ത്രീ ശബ്ദമൊക്കെയാണ്. അപ്പോൾ ചില ആളുകൾക്ക് അത് ഇൻസ്പയർഡ് ആവും, വരും, മറ്റു പല ഉദ്ദേശത്തിനും വരും, എന്നാലും പൈസ കൊടുക്കും. എനിക്കറിയാം, ഒരു സ്ത്രീ വന്നിട്ട് 3-4 പ്രാവശ്യം ഒരാളത്ത് പറഞ്ഞപ്പോൾ തുടങ്ങി പോട്ടെ പറഞ്ഞ് 50,000 രൂപ കൊടുത്തിട്ട്, എനിക്ക് അവിടെ കയറുകയും വേണ്ട, എനിക്കൊന്നും ചെയ്യണ്ട, നിങ്ങൾ പറഞ്ഞില്ലേ 50,000 രൂപ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് പോയ ആൾക്കാരുണ്ട്. അമ്മാതിരി മാർക്കറ്റിംഗ് ആണ്. അതെ. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക നയങ്ങൾക്ക് പിന്തുണയായി 50,000 രൂപ ഫ്രീസ് ചെയ്തല്ലോ. അത് ശരി, ഫ്രീസ് ചെയ്തല്ലോ, ഇനി സർക്കാരിനുള്ളതല്ലേ. അതെ. അല്ല, എന്നാലും ഇതിപ്പം ഈ തിരിച്ച് ഇപ്പം അങ്ങേപ്പോലെ ഒരുപാട് പേര് കേസുമായിട്ട് മുന്നോട്ട് പോയല്ലോ, അവർക്ക് തിരിച്ച് കൊടുക്കണ്ടേ ഇതൊക്കെ? എത്ര പേര് കേസിന് പോയി കാണും? ഇപ്പം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ഒരു 150 മുതൽ 200 പേരെ പോയിട്ടുള്ളൂ, പൈസ തിരിച്ചു വേണമെന്ന് പറഞ്ഞ് പോയിട്ടുള്ളൂ. അതിൻ്റെ ഫോർമാലിറ്റി ഇതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിൽ സൈബർ ഫൈനാൻസ് ഫ്രോഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്.
അത് കൊടുക്കുക, അത് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് നമുക്ക് പോയതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ തുക ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന തുകയിൽ നിന്ന് ഈ തുക ബ്ലോക്ക് ചെയ്ത് മാറ്റി വയ്ക്കും. എന്നിട്ട് അത് വെരിഫിക്കേഷൻ ഉണ്ട്, KYC വെരിഫിക്കേഷൻ ഉണ്ട്. അത് പോലീസ് തന്നെ ചെയ്യും. KYC വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ അതിനെ സബ്മിറ്റ് ചെയ്ത ശേഷം മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവോടുകൂടെ ബാങ്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് 50,000 രൂപയ്ക്കകത്തുള്ള തുകയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. അല്ലെങ്കിൽ 50,000 രൂപയുടെ മുകളിലാണെങ്കിൽ അതും കോടതിയിൽ ഒരു അഡ്വക്കേറ്റിനെ വെച്ച് കോടതിയിൽ കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് നമ്മൾ തന്നെയാണ് അതിൻ്റെ ആൾ ഇന്ന സാഹചര്യത്തെ കൊടുത്തതെന്നുള്ള എല്ലാ എവിഡൻസും കൊടുത്തു കഴിഞ്ഞാൽ കോടതി ഉത്തരവ് തന്ന് ബാങ്കിന് കൊടുത്ത് ബാങ്കിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അത്രയും ലളിതമാണ് ഇപ്പോഴത്തെ സാഹചര്യം. പക്ഷെ ഇത്രയൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടും മര്യാദയ്ക്ക് ആ പോലീസുകാരൻ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ മര്യാദയ്ക്ക് പോയി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും കൊടുക്കാൻ തയ്യാറല്ലാതെ, കാരണം വീട്ടുകാരറിയാതെ ജോയിൻ ചെയ്തതാണ്. അതെ 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 അതെ, കൂടുതൽ സ്ത്രീകളാണല്ലേ? കൂടുതലും 90% സ്ത്രീകളാണ്. അതുകൊണ്ടാണ് ഈ സത്യദാസ് സ്ത്രീകളായിട്ട് കൂടുതൽ മറ്റേ ചാറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ സ്ത്രീകളുള്ള സ്ഥലത്ത് സ്ത്രീകളായിട്ട് അല്ലാതെ പുരുഷന്മാർ അവരുടെ ഭർത്താക്കന്മാരെ വിളിച്ച് ചാറ്റ് ചെയ്യാൻ പറ്റും. അതെ അതെ അതെ, ഭർത്താക്കന്മാരെ അറിയാതെയാണ് ഇത്തരം ഇതിനകത്ത് കുറച്ച് ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ഈ കർണകളവ ശബ്ദത്തിൽ പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ സാഹസം കാണിക്കും അവിടെ. കാരണം വെച്ചാൽ നമ്മൾ കുറച്ച് ഇങ്ങനെ കുറിച്ച് നുണയാണല്ലോ പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു കുറ്റബോധം തോന്നും. അപ്പോൾ അതിന് പകരം ആ സമയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി 4 വരി പാടും. അപ്പോൾ അത് പാടിയിട്ട് പിന്നെ അവർക്ക് അവസാനം അവർക്കൊക്കെ മനസ്സിലായി ഞാൻ ഇതിനകത്ത് വന്നത് വേറെന്ത് ഉദ്ദേശിച്ചത്. കാരണം ഞാൻ പറഞ്ഞ മിറാക്കിളൊന്നും സംഭവിച്ച കാര്യമല്ല. ഞാൻ ഒരു മിറാക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ മോശം പറയും ഞാനത് ചെയ്തിട്ടില്ല പറയും ആ മിറാക്കിൾ. അപ്പം ഞാൻ പറയാം നിങ്ങളായിരിക്കില്ല മോളൊന്നായിരിക്കും. ഞാൻ കണക്റ്റഡ് ആണല്ലോ. ഞാൻ ഇദ്ദേഹം പറയുന്ന ആ മോളുടെ സ്റ്റോപ്പ് ശക്തിയായിട്ട് ഞാൻ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് എനിക്ക് വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താണോ വേണ്ടത് അത് എനിക്ക് കിട്ടും. തീർച്ചയായിട്ടും. ഈ ക്ലാസ്സിന് വരുമ്പോൾ ഇദ്ദേഹം എന്താണ് ശരിക്കും ഈ ഭക്തജനങ്ങളോട് പറയും, അല്ലെങ്കിൽ വരുന്ന തൻ്റെ ഡിവോട്ടികളോട് മനം മയക്കുന്ന രീതി? പ്രധാനമായിട്ട് ഇയാൾ പറയുന്നത് ഈ ഇന്ത്യയുടെ നിയമവ്യവസ്ഥയിൽ ഇയാൾക്ക് യാതൊരു വിശ്വാസവും ഇല്ല, അത് അനുസരിക്കേണ്ടതില്ല. ദേശീയ പതാക അല്ല, അശോകസ്തംഭം, അതുപോലെ ഒരു കാര്യം നമ്മുടെ കോടതികളോ നിയമങ്ങളോ പോലീസോ ഒന്നും ഇയാൾക്ക് ബാധകമല്ല. അതുകൊണ്ട് ഇതൊന്നും നിങ്ങൾ അനുസരിക്കേണ്ടതില്ല. നിങ്ങൾ സ്വതന്ത്രമായിട്ട് ജീവിക്കുക. നിങ്ങൾക്കൊരു ജീവിതം ഞാൻ തരും. ആ സ്വപ്ന ജീവിതം വരികയാണ്. അതിപ്പോൾ ഇപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ഗോൾഡൻ കളറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നെക്സ്റ്റ് ഹെയർ കംസ് എന്നും പറഞ്ഞു പുതിയ സാധനം കൊടുത്തിരിക്കുക. ഇനിയിപ്പോൾ എന്തോ പിരിവ് നടത്താനുള്ള പരിപാടിയാണ്. അതേ ഒളിവിൽ ഇരുന്നിട്ട് എന്തായാലും ഒളിവിലായി, കേസായി, വേറെ എവിടെയെങ്കിലും അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഇത് നടത്തുന്നതിന് വേണ്ടിയുള്ള ഈ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്ന തിരുവനന്തപുരത്താ. ഇവിടെ ഞാനത് കണ്ട തിരുവനന്തപുരത്താണ്. ഇയാളുടെ പരിപാടി മുഴുവൻ കൊടുങ്ങല്ലൂരാണ്. ഇയാൾ കമ്പനി രജിസ്റ്റർ ചെയ്ത് നിൽക്കാൻ എറണാകുളത്താണ്. അപ്പോൾ കൊടുങ്ങല്ലൂരിലുള്ള മുഹമ്മദ് സനീബ് എറണാകുളത്തിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് തിരുവനന്തപുരത്ത് അക്കൗണ്ട് തുടങ്ങിയിട്ടാണ് പരിപാടി. അക്കൗണ്ട് വീഴുന്ന പൈസ അപ്പം തന്നെ സ്വൈപ്പ് ചെയ്ത് മുഴുവൻ മാറ്റി വേറൊരു അക്കൗണ്ടിലേക്ക് മാറ്റും. അവിടെ നിന്ന് മറ്റു പല അക്കൗണ്ടിലേക്ക് സ്പ്രെഡ് ചെയ്യും. പക്ഷേ കേന്ദ്ര ഏജൻസി ഇതെല്ലാം കണ്ടുപിടിച്ചു, എല്ലാ അക്കൗണ്ടിൽ നിന്നും വാരി കൂട്ടി. തീർച്ചയായിട്ടും. ഈ ഇതുപോലെ ഒരു രസകരമായ ഒരു കാര്യം കൂടെ പറയും. ഇത് പറയുമ്പോഴാണ് എനിക്ക് അത് പറയാതെ പോയി സുഖം ഉണ്ടാവില്ല. അയാൾക്ക് ഈ ഷഹീർ എന്ന് പറയുന്ന ഒരാൾക്ക് പൈസ അയച്ചു കൊടുത്തു. അയാളാണ് മോസാന് പൈസ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാൾ സ്വാഭാവികമായിട്ടും ഇയാൾക്ക് പൈസ തിരിച്ചു കിട്ടാതെ ആയപ്പോൾ ഷഹീറിനെ വിളിച്ചു 5-6 പ്രാവശ്യം. ഷഹീർ, എനിക്ക് എൻ്റെ പൈസ വേണം. അയാൾ ഒരു ഭിന്നശേഷിക്കാരനാണ്, നല്ല മനുഷ്യനാണ്, ഭിന്നശേഷിക്കാരനാണ്. അപ്പോൾ അയാൾ ഷഹീറിനെ വിളിച്ചു, ഷഹീർ എനിക്കിങ്ങനെ പൈസ കിട്ടിയിട്ടില്ല, എനിക്കത് വേണം. അപ്പോൾ ഷഹീറിൻ്റെ മറു ചോദ്യം, നിങ്ങളെ സത്യദാസ് വിളിച്ചിട്ട് നിർബന്ധിച്ചിട്ടാണ് നിങ്ങൾ ചോദിക്കുന്നതല്ലേ? ഇയാൾക്ക് അപ്പോൾ ഒരു തോന്നല്, ദൈവമേ ഇതൊരു നല്ല ആശയമാണല്ലോ, എന്താണ് സത്യദാസ് എന്താ ചെയ്ത് തരാനുള്ളത്? ഉടനെ എന്നെ വിളിച്ചു, സാറേ എന്താണ് ഇതൊരു സംഭവം, അയാൾ ഇങ്ങനെ ചോദിച്ചല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, വഴിയുണ്ട്, പൈസയല്ലേ കിട്ടുള്ളൂ. ഷഹീർ വിചാരിച്ചാൽ കിട്ടില്ല, പക്ഷേ അവിടെ പൈസ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിയെന്നാൽ നമ്മൾ ഇത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഒരു വലിയ പ്രശ്നമുണ്ട്. ഇയാൾ പൈസ അയച്ചിരിക്കുന്നത് മോസാൻ മിറാക്കിൾസിൻ്റെ അക്കൗണ്ടിലേക്കല്ല, ഷഹീറിനാണ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അതാ വിഷയം. അവസാനം വേറെ വഴിയില്ല. ഷഹീർ ഫിനാൻസ് ഫ്രോഡ് ചെയ്തതായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. ഷഹീറിന് മരുന്നും കഞ്ഞിക്കുള്ള പൈസയും വെച്ചിരുന്ന 11,500 രൂപ അപ്പം തന്നെ കേന്ദ്ര സർക്കാർ ബ്ലോക്ക് ചെയ്തു. അവൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തു. പിന്നെ അവൻ ഇയാളെ വിളിച്ചിട്ട് കരച്ചിലായി. ഷഹീർ ഇപ്പോൾ കേസിൽ പ്രതിയാണ്.
ഷഹീർ പ്രതിയാണ്. ആ കേസിൽ മറ്റേ മുഹമ്മദ് സനീബ് പ്രതിയല്ല, ഷഹീറാണ് പ്രതി. രജിസ്റ്ററായി. മനസ്സിലായി. പക്ഷെ എന്നാലും അന്വേഷണം അവസാനം ഇദ്ദേഹത്തിൽ തന്നെ ചെന്നെത്തും. ഷഹീറിന്റെ അക്കൗണ്ടിൽ നിന്ന് അങ്ങോട്ട് പോയത് തെളിവുണ്ട്. അപ്പൊ ഷഹീറിന്റെ ഉള്ള അക്കൗണ്ടിൽ നിന്ന് ഇതും എടുക്കും, ബാക്കിയുള്ളത് മറ്റൊന്ന് എടുത്തിട്ട് ഇയാൾക്ക് കൊടുക്കും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. കാരണം വീൽ ചെയറാണ് കക്ഷി, അപ്പം നമുക്ക് അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. അപ്പം കേരള പോലീസ് വളരെ 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 നന്നായിട്ട് ആക്ട് ചെയ്തു. ഒരു 3 പോലീസ് ഉദ്യോഗസ്ഥർ പോലീസ് ജീപ്പിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന് ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുത്ത് എല്ലാം ചെയ്ത് വാങ്ങിച്ച് സിഗ്നേച്ചറൊക്കെ വാങ്ങിച്ച് പ്രൊസീഡ് ചെയ്തു. അത് നമ്മുടെ കേരള പോലീസ് വിചാരിച്ചാൽ എന്ത് നടക്കും? തീർച്ചയായിട്ടും വിചാരിക്കണം.